പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കെ.ഇ. ഇസ്മായിൽ. രാജുവിനുണ്ടായ വേദന പറഞ്ഞില്ലെങ്കിൽ മനുഷ്യനാകില്ല. നടപടി നേരത്തെ പ്രതീക്ഷിച്ചതെന്നും കെ.ഇ. ഇസ്മായിൽ. അതിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വ്യക്തമാണ്. അതിനപ്പുറം പിന്നില്ല. എന്താണ് അതിൽ ഉറച്ചു നിൽക്കാതെ ഞാൻ ഇല്ലില്ല 10-60-55 കൊല്ലക്കാലം ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഖാവിൻ്റെ ഒരു മരണത്തിൽ അയാൾക്ക് ഇങ്ങനെ ഒരു ദുഃഖമുണ്ടെന്ന് എന്നോട് നേരിട്ട് സംസാരിച്ചത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞു എന്നുള്ളത് അതും കൂടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനത് മനുഷ്യനാണോ? അല്ലല്ലോ. അതിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അയാൾക്കൊരു വിഷമമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞത് ഒരു വിഷയം ഞാനതിൽ പരാമർശിച്ചേ ഉള്ളൂ. അതിൽ തന്നെ ഉറച്ചു. പ്രസാദ് ഉറുമ്പശ്ശേരിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രസാദ്, ഗുഡ് മോർണിംഗ്. വ്യാജ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ച് പി രാജുവിനെ മാനസികമായി തളർത്തി, അത് അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചു. ഒപ്പം തന്നെ പാർട്ടിയിൽ പലപ്പോഴും വീണ്ടും സജീവമാക്കാൻ ശ്രമിച്ചപ്പോഴും പലരും അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളായിരുന്നു ഇസ്മായിൽ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ നടപടിക്ക് മുറവിളി ഉയർന്നു, പുറത്താക്കണമെന്ന ആവശ്യം വന്നു. ഒടുവിൽ അത് 6 മാസത്തെ സസ്പെൻഷനിൽ കലാശിച്ചു. ഇപ്പോഴും പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്മായിൽ, അല്ലേ? തീർച്ചയായും സതിലക്ഷ്മി, അദ്ദേഹം കടുത്ത അതൃപ്തിയിൽ തന്നെയാണ് എന്നുള്ളതാണ് ആ മറുപടികൾ നമ്മൾ വ്യക്തമാക്കുന്നത്. എറണാകുളത്തെ ജനകീയ നേതാവായിട്ടുള്ള രാജുവിൻ്റെ മരണത്തിൽ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ആരോപണങ്ങൾ തെറ്റാണ് എന്ന് പാർട്ടിയുടെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടും പിന്നീട് ഒരു തിരുത്തൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ കെ ഇസ്മായിൽ പ്രതികരണം നടത്തുകയും ഇപ്പോൾ അച്ചടക്ക നടപടി നേരിടുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ജില്ലാ കൗൺസിൽ ക്ഷണിതാവാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു നടപടി വളരെ അപൂർവമാണ്. അതാണ് ഇപ്പോൾ കെ ഇസ്മായിലിനെതിരെ ഉണ്ടായിട്ടുള്ളത്. അതിലുള്ള കടുത്ത അതൃപ്തി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. 55 വർഷത്തെ കാലം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന് ഒരു വേദന തുറന്നു പറഞ്ഞില്ലെങ്കിൽ താനൊരു മനുഷ്യനാണോ എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്ഭുതമൊന്നും തന്നെയില്ല. കാരണം ഇത് നേരത്തെ പ്രതീക്ഷിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നടപടി വന്നാലും പാർട്ടിയിൽ ഉറച്ചു നിൽക്കും. 70 വർഷത്തോളം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. പാർട്ടിക്കാരനായി തന്നെയാണ് താൻ തുടരുക എന്നുള്ളതാണ്. അതോടൊപ്പം ഈ നടപടി വന്നതിന് ശേഷം നിരവധി സംസ്ഥാന നേതാക്കളാണ് പിന്തുണ അറിയിച്ച് വിളിച്ചിട്ടുള്ളത്. പക്ഷേ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടില്ല. എന്തായാലും ഒരു നടപടിയും പേടിക്കുന്നില്ല. എന്ത് നടപടി വന്നാലും അതിനെല്ലാം മുകളിൽ പോകാൻ തനിക്ക് കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കെ ഇസ്മായിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അതൃപ്തിയിലാണ്. അത് മാത്രമല്ല, എന്താണോ നടപടിക്ക് കാരണമായിട്ടുള്ളത് ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി പ്രസാദ്.